എന്റെ ആദർശന്റെ തകർച്ച കണ്ടിട്ട്, എന്റെ നയനമോളുടെ കണ്ണീര് കണ്ടിട്ട് നീയും നിന്റെ മകനും ചിരിച്ച് രസിച്ച് നടന്ന പിന്നെ നീ പുറത്തായില്ലെങ്കിലും നിന്റെ മകൻ ഇവിടുന്ന് പുറത്താകും. അതിനുവേണ്ട എല്ലാ കാരണങ്ങളും അവൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിന്റെ ഏട്ടൻ വിളിച്ചില്ലേ? അയ്യോ, വിളിച്ചെങ്കിൽ മോളിങ്ങനെ വിഷമിച്ചിരിക്കില്ലായിരുന്നല്ലോ. എന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. ആ അനഖ എന്ന് പറയുന്ന പെൺകുട്ടി കുറെ കാലം ഗൾഫിലായിരുന്നല്ലോ. അവളുടെ കാര്യം ഇപ്പൊ എന്തിനാ മോളെ പറയുന്നേ? അല്ലമ്മ, ഗൾഫിൽ അവളുടെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, ദുബായിൽ. അവിടേക്കാണല്ലോ ആദർശേട്ടൻ പോയിരിക്കുന്നത്. ഇനി അവളുടെ ബന്ധുക്കൾ ആദർശേട്ടനെ പിടിച്ചു വെച്ചിരിക്കുകയാണെങ്കിലോ? അങ്ങനെ അവനെ ഒരിക്കലും അവര് പിടിച്ചു വെക്കില്ല എന്നെങ്ങനെ പറയാൻ പറ്റും അമ്മായി? അതുപോലുള്ള പ്രവൃത്തികളല്ലേ അനഖയുടെ ആദർശേട്ടൻ ചെയ്തത്. നിർത്ത, കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാതെയാ ചേച്ചി ഓരോന്ന് സംസാരിക്കുന്നത്. എന്തിനാ നവ്യ ഇപ്പൊ അതൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞത് നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാ, അല്ലാതെ എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊന്നും അല്ല. സത്യങ്ങളെ ഒരുപാടുണ്ട്, നടന്ന കാര്യങ്ങള്. അതെന്താണെന്ന് വിളിച്ച് പറയട്ടെ. ഓരോരുത്തരും ഇവിടെ ദുഃഖിച്ചിരിക്കുമ്പോഴാണോ നവ്യേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാ ഞാൻ പറഞ്ഞത്. അത് ശരിയാവാനാ സാധ്യതയും. അല്ലെങ്കിൽ ഇവളെ നാഴികയ്ക്ക് 40 വട്ടം വിളിക്കുന്ന ആള് ഇങ്ങനെ വിളിക്കാതിരിക്കോ? പിന്നെ നീ പറയുന്ന പോലുള്ള ആത്മാർത്ഥത അങ്ങേർക്ക് നിന്നോടുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ജലജെ, നീ ഒന്നിങ്ങി വന്നേ. എന്താ എടുത്തേ? വാ പറയാം. നിന്റെ അമ്മ എന്തിനാടാ അവര് വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പിന്നാലെ പോകുന്നത്? അങ്ങനെ ചെന്നേ പറ്റൂ. ഇവന്റെ അമ്മയുടെ ഏട്ടത്തി അമ്മയാ ആ അമ്മ. അതിന്റെ ഒരു ബഹുമാനം അമ്മയോട് കാണിച്ചേ പറ്റൂ. നീ ഇങ്ങനെ ഫോണും പിടിച്ചോണ്ട് ഇരിക്കത്തേ ഉള്ളൂ നയനെ. അങ്ങേര് നിന്നെ വിളിക്കാനൊന്നും പോകുന്നില്ല. ഗൾഫിലെ പ്രശ്നങ്ങളാണെന്നും പറഞ്ഞ് മനഃപൂർവ്വം ഒരു കാരണം ഉണ്ടാക്കി അങ്ങേര് പോയതാണോ എന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. അതിന് ഇവന്റെ സ്വഭാവം അല്ല ആദർശേട്ടന്. അതെ അതെ, ഇവന്റെ സ്വഭാവം അല്ല, ഇവനേക്കാളും താഴെയാ. നവ്യേ, നീ ഇങ്ങോട്ട് വന്നേ. വെറുതെ ഏത് നേരവും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ വഴക്കിടണോ? വായിങ്ങോട്ട്. നീ ഇങ്ങോട്ട് വന്നേ. നിന്റെ മരുമോള് ഏത് നേരവും എന്റെ മോനെ കുറ്റപ്പെടുത്തുമ്പോ എനിക്കും അവന്റെ ഭാര്യയ്ക്ക് നന്നായി നോവും. അതിന് ഞാനല്ലല്ലോ കുറ്റപ്പെടുത്തിയത്. നിന്നോട് നിന്റെ മോൻ ചെയ്ത തെറ്റുകൾ വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും അവൾക്കൊപ്പം നിൽക്കില്ലായിരുന്നോ? നീയും ആദർശിനെ കുറ്റപ്പെടുത്തില്ലായിരുന്നോ? അഭി ഗൾഫിലേക്ക് പോയാലേ ചിലപ്പോ അവന് തിരിച്ചു വരാൻ കഴിയില്ല. അത് ഞാൻ പറയട്ടെ അവളോട്, ആ സാമർത്ഥ്യക്കാരിയോട്. അയ്യോ, അവൾക്കൊന്നും അറിയില്ലല്ലോ ഏട്ടത്തി. അറിയില്ല, അത് അറിയിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നീയും നിന്റെ മകനും കൂടിയാ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാ ഏട്ടത്തി. ചെയ്യാന്ന് പറയണ്ട, ചെയ്യണം. ദേ ഇത് കണ്ടോ, ഈ പാത്രം കിടക്കുന്നത്? ഇത് മൊത്തം നീ കഴുകി വെക്കണം. ഇവിടെ ഇപ്പോ ജോലിക്കാരി ഒന്നും വരുന്നില്ല. ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഈ വീട് മുഴുവൻ തൂത്ത് വൃത്തിയാക്കണം. അടുക്കള ക്ലീൻ ആയിരിക്കണം. ചെയ്തോളാം ഏട്ടത്തി. ചെയ്തോളാന്ന് പറഞ്ഞിട്ട് നീ മനസ്സിൽ എന്താ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇത് ഈ നാട്ടിലെ ഏറ്റവും വലിയ വീടാ. ഈ വീട് മുഴുവൻ നിന്നെ കൊണ്ട് ഞാൻ തൂത്ത് തുടപ്പിക്കും. അതുപോലെ നിന്റെ മോനെ കൊണ്ട് ഞാൻ തെങ്ങിന് തട എടുപ്പിച്ചെന്നും വരും. കാരണം അതൊക്കെ ചെയ്യാൻ അർഹതയുള്ള കൂട്ടത്തിലാ നീയും നിന്റെ മകനും. രണ്ടെണ്ണത്തിനും പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാ മറ്റുള്ളവരെ കുറിച്ച് ദുഷിച്ചും അവരെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു സമയത്തും നിന്നെ ഞാൻ വെറുതെ ഇരിക്കാൻ അനുവദിക്കില്ല. നിനക്ക് സഹികെട്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നിന്റെ മകനെ വിളിച്ചോണ്ട് നിനക്ക് ഇവിടുന്ന് പോകാം. അതോടെ ഈ വീട്ടിലെ ഇരുട്ടങ്ങ് മാറും. എന്താണ് നീ പറഞ്ഞ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ പോടിന്ന് പറഞ്ഞ ഞാൻ കേട്ടല്ലോ. പൊടിന്നല്ല പറഞ്ഞത്, പൊടിന്നാ. ദേ കണ്ടില്ലേ, ഇവിടെ എല്ലാം പൊടിയാ. ആ പൊടി തുടച്ച് വൃത്തിയാക്കാനാ ഞാൻ നിന്നോട് പറഞ്ഞത്. എല്ലാം നീറ്റായിരിക്കണം. അവളുടെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്തുണ്ടാവുമെന്ന് പറഞ്ഞ് എന്തിനാ അത് മറച്ചു പിടിച്ചിരിക്കുന്നത്? അവളെ അറിയിക്കല്ലേ വേണ്ടേ? അത് ശരിയാ ഭി. ഭർത്താവ് ജയിലിലായത് ഭാര്യ അറിയണം. നിന്റെ ഭാര്യയുടെയും അമ്മയുടെയും മുന്നിലൂടെ അല്ലേ നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? എനിക്കും എന്റെ അമ്മയ്ക്കും ഇത് എടുത്തടിച്ച പോലെ ഒന്നും പറയാൻ പറ്റില്ല അങ്ങളെ. എന്ന് വെച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് മൂടി വെച്ചോണ്ടിരിക്കാനും പറ്റില്ല. എന്നാ പിന്നെ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ അവരെ അറിയിച്ചൂടെ? അതിനുള്ള വഴികൾ ഞാൻ നോക്കിക്കോളാം. എന്തായാലും വീട്ടിനകത്ത് നിന്ന് അഭിയേട്ടനും നവ്യേട്ടത്തെയും കൂടെ ചെയ്യുന്ന പ്രവർത്തികളുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നവ്യേട്ടത്തെ പരസ്യത്തിന് വിട്ടത് എന്തുകൊണ്ട് നന്നായി. അതെ അതെ, മൂർത്തീസ് ജുവലറികളുടെ എതിരാളികളായ AN ജ്വല്ലറി അവരുടെ മോഡലായിട്ട് നവ്യ വന്നത് നിന്റെ ബുദ്ധിയാണെന്ന് ഞങ്ങൾക്കറിയാം. ഇനി മൂർത്തീസ് ജ്വല്ലറി തകരേണ്ടത് എന്റെ ആവശ്യമാ. മൂർത്തീസ് ജ്വല്ലറിയുടെ മരുമകളെ മോഡലാക്കി എതിരാളികൾ ആഘോഷിക്കട്ടെ. ഈ പരസ്യം ചെയ്തത് നവ്യയ്ക്കും ഡിമാൻഡ് കൂട്ടിയിരിക്കുക. അവളെ AN ജ്വല്ലറിക്കാർ മാത്രമല്ല മറ്റു പലരും പരസ്യത്തിനായിട്ട് വിളിക്കുന്നുണ്ട്. അവൾ അതിനുവേണ്ടി ഏത് വേഷം കെട്ടാനും തയ്യാറാ. അതിന്റെ പേരിൽ അനന്തപുരം തറവാട്ടുകാർക്ക് മാനക്കേട് ഉണ്ടാവുന്നെങ്കിൽ അതെനിക്കൊരു വിഷയമേ അല്ല. മറ്റുള്ളവരുടെ കണ്ണിൽ ഞാനിപ്പോ ഒരു ജയിൽ കൊള്ളിയ. ജയിലിൽ കിടന്ന ഒരുത്തിന് അതിനപ്പുറം ഒരു അപമാനം ഉണ്ടാവാൻ പോകുന്നില്ല. അതല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പരസ്യം ചെയ്യുന്നത് അത്ര വലിയ തെറ്റാണോ അഭി? എന്നെ ആരെങ്കിലും മോഡലായിട്ട് വിളിച്ചെങ്കിൽ ഞാനും പോയേനെ. അതെ, അനന്തപുരിക്കാര് വലിയ കൊമ്പത്തെ ആൾക്കാരാണെന്ന് കരുതി അവിടെ വരുന്ന മരുമക്കളെയൊക്കെ വീട്ടിനകത്ത് തളച്ചിടാൻ പറ്റുമോ? അവളുടെ അനിയത്തി മൂർത്തി ജ്വല്ലറിയിലെ വലിയ ഡിസൈനർ അല്ലേ? അപ്പൊ പിന്നെ നവ്യേട്ടത്തി മോഡലായതില് എന്താ തെറ്റ്? ഞാൻ അതിന് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും അവർക്ക് കൊടുത്തോണ്ടിരിക്കുക. ഒളിഞ്ഞും തെളിഞ്ഞും അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇനി സമ്മർദ്ദം താങ്ങാനാവാതെ കിടന്ന് നിലവിളിക്കേണ്ടത് അവളാണ്, നയന്. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ ഉറപ്പിച്ചോ, അടുത്ത മണിക്കൂറുകളിൽ തന്നെ അനന്തപുരിയിലെ മൂത്ത മരുമകൾ അറിയും അവളുടെ ഭർത്താവേ ജയിലിലാണെന്ന്. നമ്മള് മാത്രം കിടന്ന് പോഞ്ഞാ പോരല്ലോ, അനന്തപുരിക്കാരും പുകയട്ടെ. അവനിപ്പോ അവിടെ ജയിലിലാണ്. പക്ഷെ അത് അറിയേണ്ടവരൊന്നും അറിഞ്ഞിട്ടില്ല. മനസ്സിലായി. അവന്റെ ഭാര്യയെ തന്നെ ഞാൻ വിളിച്ചോളാം, എന്നിട്ട് വിവരം പറയാം.
പോരെ അത് മതി. അവൾ അറിഞ്ഞു കഴിഞ്ഞാ എല്ലാവരുമായി വീട് നിശ്ചലമാവും. ആ വീടൊരു മരണ വീടാവണം. അത് തന്നെയാ എന്റെ ആവശ്യം. നീ അങ്ങോട്ട് ചെല്ലുമ്പോ അത്തരം കാഴ്ചകൾ നിനക്ക് കാണാൻ കഴിയും. ഓക്കെ, ശരി. ഗൾഫിൽ നിന്നുള്ള കോളാണല്ലോ. ആദർശായിരിക്കും. ഹലോ. ആദർശിന്റെ വൈഫല്ലേ? അതെ. ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല. പെട്ടെന്നൊരു കാര്യം പറയാം. ആദർശ് ഇപ്പോ ജയിലിലാണ്, ഇവിടെ ദുബായിൽ. ഹലോ ഹലോ മുത്തശ്ശ, ഇപ്പൊ എനിക്കൊരു കോള് വന്നായിരുന്നു. ഗൾഫിൽ നിന്ന് ആരും വിളിക്കുന്നൊന്നും പറഞ്ഞില്ല. ആദർശേട്ടൻ അവിടെ ജയിലിലാണെന്ന് പറഞ്ഞു. അത് മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും മനഃപൂർവ്വം വിളിച്ചതായിരിക്കും. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല മുത്തശ്ശ. അല്ലെങ്കിൽ പിന്നെ ഇത്ര നേരമായിട്ടും ആദർശൻ എന്തുകൊണ്ടാ എന്നെ തിരിച്ചു വിളിക്കാത്തത്? ഞാൻ വിളിച്ചിട്ടും ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് എന്തുകൊണ്ടാ? എന്താ അവിടെ സംഭവിച്ചെന്ന് എത്രയും പെട്ടെന്ന് അറിയാൻ നോക്കണം മുത്തശ്ശ. അങ്ങനെ ചില ചിന്തകളൊക്കെ എന്റെ മനസ്സിലൂടെ ഇടയ്ക്ക് കടന്നു പോയതാ. പ്രശ്നത്തിന്റെ നടുവിലേക്കല്ലേ ആദർശേട്ടൻ പോയത്? അവിടെ ആരെങ്കിലും കെണിയിൽ പെടുത്തിയൊന്നും പറയാൻ പറ്റില്ലല്ലോ. മോളെ, ഗൾഫ് എന്ന് പറയുമ്പോൾ എനിക്കറിയാത്ത നാടൊന്നുമല്ല. അവിടെ എന്ത് സംഭവിച്ചാലും നമുക്ക് അതിനൊക്കെ പരിഹാരമുണ്ട്. മുത്തശ്ശന്റെ സ്വാധീനത്തെ കുറിച്ചൊക്കെ എനിക്കറിയാം. പക്ഷെ ആ നാട് വേറെയാ. വലിയ വലിയ കോടീശ്വരന്മാര് പോലും അവിടെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അവിടുത്തെ നിയമങ്ങളൊക്കെ ഇവിടുത്തെ പോലെയൊന്നും അല്ലല്ലോ മുത്തശ്ശ. മോള് ഈ സമയത്ത് മനസ്സ് വെറുതെ നോക്കിയല്ലേ. എന്തായാലും ആദർശനൊന്നും സംഭവിക്കില്ല. ഞാനിപ്പോ തന്നെ അവിടേക്ക് വിളിച്ച് എന്താ സംഭവിച്ചെന്ന് അറിയാൻ നോക്കാം. ആദർശേട്ടന് ആപത്തുണ്ടായതുകൊണ്ട് അവിടെ ഉള്ളവരാരും ഇങ്ങോട്ട് വിളിക്കാത്തത്. അവരും ഇപ്പൊ ടെൻഷനിലായിരിക്കും. ആദർശന്റെ ശബ്ദം കേൾക്കാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല മുത്തശ്ശ. ഇനി ഞാൻ എന്റെ മോനെ ഗൾഫിലേക്ക് വിടില്ല ജയ. പോകുന്നെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. അവൻ ജയിലിലാണെന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലടാ. എനിക്കും അങ്ങനെ തന്നെ ഏട്ടാ. അനിയാണെങ്കിൽ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ നടക്കുന്നത്. എല്ലാവരും അറിഞ്ഞായിരുന്നല്ലേ എന്റെ ആദർശേട്ടൻ ജയിലാന്ന്? അച്ഛനും ഇളയച്ചനും ഒക്കെ അറിയായിരുന്നല്ലേ? എന്താ രണ്ടാളൊന്നും മിണ്ടാത്തെ? മോളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഈ സംഭവം അറിഞ്ഞിട്ടും അച്ഛനും ഇളയച്ചനും ഒക്കെ എന്താ എന്നോടൊന്നും പറയാതിരുന്നേ? എന്താ ഞാനീ കേൾക്കുന്നേ? ചേട്ടാ എന്താ? എനിക്കൊരു കോള് വന്നമ്മേ, ആദർശേട്ടൻ ജയിലിലാന്ന്. മുത്തശ്ശനോട് ചോദിച്ചപ്പോ മുത്തശ്ശനും അത് സമ്മതിച്ചു. അച്ഛനും ഇളയച്ചനും ഒക്കെ ഇതറിയായിരുന്നു. എന്നിട്ടും നമ്മളോടൊന്നും പറയാതെ നടക്കുമായിരുന്നു. ചേട്ടാ, നമ്മുടെ മോൻ ജയിലിലാണോ? അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞു. അതില് എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയില്ല. ശരിയല്ലെങ്കിൽ പിന്നെ ആദർശിന്റെ കോൾ എന്താ വരാത്തെ? അവൻ മോളെ പോലും വിളിക്കാത്തത് എന്താ? കഴിഞ്ഞ കുറെ മണിക്കൂറുകളായിട്ട് മോള് കരഞ്ഞോണ്ടിരിക്കുമല്ലോ. ആദർശ് മോളെ വിളിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അവൻ എങ്ങനെ വിളിക്കാതിരിക്കുന്ന ഒരാളാണോ? വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് ബോധമില്ലാത്ത ഒരാളാണോ? ഇങ്ങനെ ഒരു സംഭവം അച്ഛൻ അറിഞ്ഞിട്ട് അച്ഛൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ? അച്ഛൻ അവിടെ നല്ല സ്വാധീനം ഉണ്ടല്ലോ. അച്ഛൻ ശ്രമിക്കുന്നുണ്ട് ഏട്ടത്തി. ഏട്ടത്തി എന്താ മോളെ? മോളെ അതിന് മോളെ മോളെ ചേട്ടാ മോളെ 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 എന്താ പറ്റിയേ? നീ കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. മോളെ നയന മോളെ 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 കണ്ണു ഓർക്കും മോളെ മോളെ. എന്താ എന്ത് പറ്റിയെടുത്തേ? നിനക്ക് സന്തോഷമുള്ള വാർത്ത തന്നെയാ. എന്റെ മോനിപ്പോ ജയിലില, ദുബായിലെ ജയിലില്. അതെനിക്ക് സന്തോഷമുള്ള വാർത്ത അല്ലല്ലോ ഏട്ടത്തെ. പിന്നെ നിനക്ക് സങ്കടം ഉണ്ടാക്കുന്ന വാർത്തയാണോ ഇപ്പൊ കേട്ടത്? എന്റെ മകൻ ജയിലിലായതിന്റെ പേരില് നിന്റെ മുഖത്ത് ചിരി പടർന്ന ആ ചിരി മായൻ ഒരു നിമിഷം പോലും വേണ്ട. അത് നീ ഓർത്തോ. എന്റെ ഏട്ടത്തെ ആദർശന് ഇങ്ങനെ ഒരു വിധി ഉണ്ടായതിൽ എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനി കേട്ടതൊക്കെ ശരിയാവണമെന്ന് കൂടി ഇല്ലല്ലോ. എന്റെ മോള് വിഷമിക്കണ്ട. അവന്റെ മുത്തശ്ശനിപ്പോ മനസ്സിൽ എന്തെങ്കിലും കണ്ടു കാണും. അജയ, ഞാനൊന്ന് ഗൾഫിലേക്ക് പോയാലോന്ന് ആലോചിക്കാം. നമ്മളത് പറഞ്ഞപ്പോ പോണ്ടെന്നല്ലേ അച്ഛൻ പറഞ്ഞത്. ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് അപകടമാണെന്നും പറഞ്ഞു. അപ്പോ അത്രയ്ക്ക് കുഴപ്പം പിടിച്ച സ്ഥലത്തേക്കാണോ എന്റെ മോൻ പോയത്? അതേടെ, ഇത്രയ്ക്ക് അപകടം പിടിച്ച സ്ഥലത്തേക്കാ നിന്റെ മോൻ പോയത്. അവനെ പുറം ലോകം കാണാൻ കൊറേ പാടുപെടും. ആ പറയാമേ. എടാ, ഇവിടെ കരച്ചിലും പിടിച്ചിലും ഒക്കെ തുടങ്ങി. അല്ല, അവൾ അറിഞ്ഞോ ഭർത്താവ് ജയിലിലാണെന്ന്? അറിഞ്ഞടാ. ആ, അറിയിക്കാൻ ഞാനേ ആൾക്കാരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതൊരു മരണ വീടായി കാണുമല്ലേ? എടാ, നെഞ്ചത്തടിയും കരച്ചിലും ഒക്കെ തുടങ്ങി. ഞാനിപ്പോ അങ്ങെത്തും. അമ്മ കട്ട് ചെയ്തു.